രണ്ടാമത്തെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തിയറിയാണ് VSEPR തിയറി. VSEPR തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് VSEPR തിയറി എന്താണ്? The molecular shape is decided by the number of valence electrons it is around the central atom that may be bonded or non-bonded electrons. ഒരു മോളിക്കുലാർ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണാണ് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോൺ പെയേഴ്സാണ് ഉണ്ടാവുക. ഒന്ന് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ പെയറുകൾ. രണ്ടാമത്തെ ടൈപ്പ് നോൺ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത വാലൻസ് ഷെല്ലിലുള്ള സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസ്. ഇലക്ട്രോൺ പെയർസ് ഇൻ ദി വാലൻസ് ഷെൽ വിൽ റിപ്പൽ ഈച്ച് അതർ സിൻസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അതിനുള്ള കാരണം ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. Electrons around the central atom arrange themselves so far apart from each other as possible to minimize repulsion. അങ്ങനെ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം അറേഞ്ച് themselves as apart from each other. ഈ റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും പരമാവധി ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ പരമാവധി റിപ്പൾഷൻ കുറക്കുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക, പരമാവധി ദൂരത്തിലാണ് അറേഞ്ച് ചെയ്യുക. When determining the shape of a molecule with multiple bond, treat the multiple bond as if they are single bonds. മൾട്ടിപ്പിൾ ബോണ്ടുള്ള ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഒരു സിംഗിൾ ബോണ്ടും മൾട്ടിപ്പിൾ ബോണ്ടും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഒക്കെ ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യേണ്ടത്. അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം റിപ്പൽ ദി മോസ്റ്റ്. ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഉള്ളത് അൺപെയർഡ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവുക. ലോൺ പെയർ റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതിനേക്കാളും കുറവായിരിക്കും ബോണ്ട് പെയർ. ഏറ്റവും കുറവ് റിപ്പൽഷൻ ഉള്ളത് ബോണ്ട് പെയറുകൾ തമ്മിൽ. ഇത്രയും കാര്യങ്ങളാണ് VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. നോക്കുക, ഇലക്ട്രോൺ പെയർസ് അസ്യൂമിങ് ഓറിയൻറ്റേഷൻ അബൌട്ട് ആൻ ആറ്റം ടു മിനിമൈസ് റിപ്പൾഷൻ. ഇലക്ട്രോൺ പെയർസിന് അസ്യൂം ചെയ്യുകയാണ് നമ്മൾ ഓറിയൻറ്റേഷൻസ്, സെൻട്രൽ ആറ്റത്തിന് ബേസ് ചെയ്ത് ഓറിയൻറ്റേഷൻസ് അസ്യൂം ചെയ്യുകയാണ്. ആ അസ്യൂം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മിനിമം റിപ്പൾഷൻ ആയിരിക്കണം. കുറച്ച് സ്ട്രക്ചറുകൾ, നമ്മുടെ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്ന് ലീനിയർ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ ട്രയാഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ഉണ്ട്, ടെട്രാഹെഡ്രൽ സ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിനിമം റിപ്പൾഷൻ, അതേപോലെ ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിപ്പൾഷൻ, റിപ്പൾഷൻ്റെ ഓർഡർ എങ്ങനെയാണ് പറഞ്ഞു. ലോൺ പെയർ ആണ് ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉള്ളത്. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയർ repulsion. For the prediction of geometrical shape of molecules are divided into two. രണ്ടായിട്ട് മോളിക്യുലാർ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാനുള്ള, പ്രഡിക്റ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ടായിട്ട് മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് മോളിക്യൂൾസ് വിത്ത് ഓൺലി ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമുള്ള മോളിക്യൂൾ. രണ്ടാമത്തെ കാറ്റഗറി molecules with both bond pair of electrons and lone pair of electrons on the central atom. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഉള്ള മോളിക്യൂൾസ്. ഇങ്ങനെ ജോമെട്രി പ്രഡിക്റ്റ് ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് മോളിക്യൂൾസ് വിത്ത് ഓൺലി പെയർഡ് ഇലക്ട്രോൺസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം, അല്ലെങ്കിൽ മോളിക്യൂൾസ് വിത്ത് ഓൺലി ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം. ഓരോന്നായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാം. ലീനിയർ, 2 atoms attached to the central atom. നോക്കുക, ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്
സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും അതിന് രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ബോണ്ടഡ് പെയറുകളുണ്ട്. ആ ബോണ്ടഡ് പെയറുകളിൽ രണ്ട് ബോണ്ട് പെയർ ഉള്ളത്, 0 ലോൺ പെയർ ഉള്ളത്. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഈ ടൈപ്പ് മോളിക്യൂൾസിനെ പറയുന്ന പേര് AB2 ടൈപ്പ് എന്നാണ്. AB2 ടൈപ്പ്. എക്സാമ്പിൾ ബെറിലിയം ഫ്ലൂറൈഡ് BeF2 അതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ ട്രയഗണൽ പ്ലാനാർ. ഇവിടെ നോക്കുക, സെൻട്രൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ബ്ലൂ കളറിൽ സെൻട്രൽ ആറ്റം ഉണ്ട്, മറ്റ് അതിന് ചുറ്റും 3 ബോണ്ടുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ബോണ്ട് പെയർസ് ഉണ്ട് അറ്റാച്ച് ചെയ്തിട്ട്. ലോൺ പെയർ 0 ലോൺ പെയർ ആണ്, ലോൺ പെയർ ഇല്ല. ഇവിടെ ട്രയഗണൽ പ്ലാനാർ, ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കാണ് 3 ബോണ്ടഡ് ആറ്റംസ് ഉണ്ടാവുക. ആ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലാണ് സെൻട്രൽ ആറ്റം ഉണ്ടാവുക. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഈ ടൈപ്പ് മോളിക്യൂൾസിനെ പറയും AB3 ടൈപ്പ് മോളിക്യൂൾ എന്നാണ് പറയുക. എക്സാമ്പിൾ അലൂമിനിയം ട്രൈഫ്ലൂറൈഡ് AlF3, അതേപോലെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3, അതൊക്കെ അതിന് എക്സാമ്പിൾസാണ്. മൂന്നാമത്താണ് ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഇവിടെ ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴെ 3 ആറ്റവും മുകളിൽ ഒരു ആറ്റവും അതിന് സെൻട്രലായിട്ട് അതിന് സെൻട്രലിൽ വരുന്ന രീതിയിൽ സെൻട്രൽ ആറ്റവും വരുന്ന ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ശരിക്കും വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് 3 എണ്ണം വരിക. ഇതിൻ്റെ ഈ 3 ഭാഗങ്ങളും, ഇത് 1 2 3, ഈ 1 2 3, ഇതാണ് 3 എണ്ണം. ഇത് ജോയിൻ ചെയ്യുന്ന ഇവിടെയാണ് സെൻട്രൽ ആറ്റം ഉണ്ടാവുക. ഇതിന് തൊട്ട് മുകളിൽ ഒരു ആറ്റം. അപ്പോൾ 1 ഇവിടെ, 2 3 4 ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ടെട്രാഹെഡ്രൽ ഷേപ്പിൽ 4 ബോണ്ട് പെയറുകളാണുള്ളത്. ഒരു സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും 4 ബോണ്ട് പെയർ, 0 ലോൺ പെയർ ഇല്ല. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ്, 109.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. ഈ ടൈപ്പിന് AB4 ടൈപ്പ് എന്നാണ് പറയുന്നത്. AB4, A സെൻട്രൽ ആറ്റം, B ബോണ്ട് പെയർ, AB4 ടൈപ്പ് എന്നാണ് പറയുക. എക്സാമ്പിൾ CH4 മീഥൈൻ അതിന് എക്സാമ്പിളാണ്. അടുത്തതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ഇവിടെ ഒരു സെൻട്രൽ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ സെൻട്രലാണ് സെൻട്രൽ ആറ്റം ഉണ്ടാവും. അതിന് മുകളിലൊന്നും താഴെയൊന്നും, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് ട്രയഗണൽ പ്ലാനർ. നമ്മളതിൽ ഷേപ്പ് കാണുന്നുണ്ട്, മുകളിലൊന്ന് കാണുന്നുണ്ട്, താഴെ കാണുന്നുണ്ട്. പിന്നെ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ 3 ആറ്റവും സെൻട്രൽ സെൻട്രൽ ആറ്റം. 5 ബോണ്ട് പെയർ ആണ്, 5 ബോണ്ടുകളാണുള്ളത്, 5 ബോണ്ട് പെയർ ആണുള്ളത്, 0 ലോൺ പെയർ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് 2 ടൈപ്പ് അല്ലെങ്കിൽ 2 തരത്തിലുള്ള ബോണ്ട് ആംഗിളുകളുണ്ട്. ഇക്വറ്റോറിയലും ആക്സിയലും. ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതിനെയാണ് ആക്സിയൽ എന്ന് പറയുക, മുകളിലും താഴെയുള്ള. അപ്പോൾ മുകളിലുള്ള ബോണ്ടും ഇത് ഈ ഇങ്ങോട്ടുള്ള ട്രയാങ്കിളിലേക്ക് വരുന്ന ബോണ്ടും തമ്മിലുള്ള ആംഗിളാണ് ആക്സിയൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ 3 കോർണറുകളിൽ നിൽക്കുന്ന ആറ്റങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിളാണ് ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയും ആക്സിയൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. 2 ടൈപ്പ് ബോണ്ട് ആംഗിളുകളുണ്ട്. ഇക്വറ്റോറിയൽ 120 ഡിഗ്രി, ആക്സിയൽ 90 ഡിഗ്രി. അപ്പോൾ അത്ര ഓർത്താൽ മതി. മുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ള ബോണ്ട് ആംഗിൾ അതാണ് ആക്സിയൽ ബോണ്ട് ആംഗിൾ, അതാണ് 90 ഡിഗ്രി. മറ്റേത് ട്രയാങ്കിളിനെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 അതാണ് 360. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ബോണ്ട് ആംഗിൾ ഉണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കി. എക്സാമ്പിൾ PF5, PCl5, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, PCl5ഉം PF5 ഒക്കെ അതിന് എക്സാമ്പിളാണ്. AB5 ടൈപ്പാണ് ഇതിന് പറയുന്നത്. ഈ ടൈപ്പിന് പറയാം AB5 ടൈപ്പ് എന്നാണ്. ഇത് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ സെൻട്രൽ ഒരു ട്രയാങ്കിളിന് പകരം സെൻട്രൽ സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സെൻട്രലായിട്ട് ഒരു സെൻട്രൽ ആറ്റം, മുകളിലൊരു ആറ്റവും താഴെ ഒരു ആറ്റം, അതിനാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. ശരിക്കും വേണമെങ്കിൽ നമുക്കൊരു 2 പിരമിഡുകൾ കൂട്ടിവെച്ച പോലെയാണ്, അതാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. അവിടെ 6 ബോണ്ടുകളാണ് ഉള്ളത്, 6 ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, 0 ലോൺ പെയർ ആണ്. ബോണ്ട് ആംഗിൾ എല്ലാം 90 ഡിഗ്രിയാണ്. ഈ ടൈപ്പിന് പറയാം AB6 ടൈപ്പ് എന്നാണ് പറയുന്നത്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എക്സാമ്പിൾ SF6 ആണ് അതിന് എക്സാമ്പിൾ.
നമുക്ക് അതിൻ്റെ ഒരു കൺസോളിഡേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ലീനിയർ 180 ഡിഗ്രി, സെൻട്രൽ ആറ്റം ചുവപ്പ് കളറിലും മറ്റേത് ഗ്രേ കളറിലും കൊടുത്തിട്ടുള്ളത്. ലീനിയർ 180 ഡിഗ്രി, മൂന്നുള്ളത് ട്രയാഗണൽ പ്ലാനാർ 120 ഡിഗ്രി, ടെട്രാഹെഡ്രൽ 109.5 ഡിഗ്രി. അതവിടെ ആ കറക്റ്റ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ട്രയാഗണൽ ബൈപിരമിഡൽ 2 ബോണ്ട് ആംഗിൾ 120, ഇക്വറ്റോറിയലും ആക്സിയൽ 90 ഡിഗ്രിയും, ഒക്ടാഹെഡ്രൽ എല്ലാം 90 ഡിഗ്രി. അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് മോളിക്യൂൾസ് വിത്ത് ബോത്ത് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉൾപ്പെടുന്ന സെൻട്രൽ ആറ്റം ഉള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പാണ്. ബെൻഡ് ഷേപ്പ്. ബെൻഡ് ഷേപ്പിൽ 2 ആറ്റംസ് ആണ് സെൻട്രൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ സെൻട്രൽ ആറ്റത്തിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിലൂടെ ബോണ്ട് ആംഗിൾ വരിക 104.5 ഡിഗ്രിയാണ്, 104.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ വരിക. ഈ ടൈപ്പിന് പറയുന്ന പേര് AB2E2 ടൈപ്പ്. എ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം, ബി ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് 2 AB2, E2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് E2. അപ്പോൾ AB2E2. എക്സാമ്പിൾ H2O, വാട്ടർ മോളിക്യൂൾ അതിന് എക്സാമ്പിളാണ്. ഓക്സിജൻ്റെ മുകളിൽ 2 ബോണ്ട് പെയർ ഉണ്ടാവും. ഒന്ന് ഹൈഡ്രജനുമായിട്ടും മറ്റൊന്നും ഹൈഡ്രജനുമായിട്ട് 2 എണ്ണം. പിന്നെ ബാക്കി 2 ലോൺ പെയർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബെൻഡ് ഷേപ്പാണ് H2O ഉള്ളത്. അതിൽ 2 ലോൺ പെയറുണ്ട്, 2 ബോണ്ട് പെയറുണ്ട്. ഇത് ട്രയാഗണൽ പിരമിഡൽ ഷേപ്പാണ്. ട്രയാഗണൽ പിരമിഡൽ ഷേപ്പിൽ 3 സെൻട്രൽ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ബോണ്ടഡ് പെയർ ഓഫ് ആറ്റംസ് ഉണ്ട്. അതേപോലെ ഒരു ലോൺ പെയർ, 3 ബോണ്ടഡ് പെയർ ഓഫ് ആറ്റവും ഒരു ലോൺ പെയർ ഓഫ് ആറ്റം. ഇവിടെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രീസ് ആണ്, 107 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. ടൈപ്പ് AB3E, എ സെൻട്രൽ ആറ്റം, ബി ബോണ്ടഡ് പെയർ, ഇ ലോൺ പെയർ ഓഫ് AB3E ടൈപ്പ്. എക്സാമ്പിൾ അമോണിയ NH3 അതിന് എക്സാമ്പിളാണ്. നൈട്രജൻ്റെ മുകളിൽ 3 ബോണ്ട് പെയർ ഉണ്ടാവും, 3 ഹൈഡ്രജനായിട്ട് 3 ബോണ്ട്, ഒരു ലോൺ പെയറും എക്സിസ്റ്റ് ചെയ്യും. ഇത് നോക്കുക, ഈ പ്രഡിക്റ്റ് ദി ഷേപ്പ് ഓഫ് കാർബൺ ഡയോക്സൈഡ് HCN, CH4, NH3, SO2, PCl5, SF6 ആൻഡ് H2O ബൈ യൂസിങ് VSEPR തിയറി. നോക്കുക, ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ 3 മോളിക്യൂൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്ന് CH4ൻ്റെ ഷേപ്പ്, അതേപോലെ അമോണിയ NH3യുടെ ഷേപ്പ്, അതേപോലെ വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ്. നോക്കുക, ഇത് ഈ 4നും ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് ടെട്രാഹെഡ്രലാണ് CH4. അവിടെ 4 ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. അപ്പോൾ അവിടെ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി, 109.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. നമുക്ക് അതേപോലെ തന്നെയാണ് അതിന് താഴെ വരുന്ന NH3യുടെയും അതേപോലെയാണ് ഏകദേശം വരുന്നത്. 3 ബോണ്ട് പെയറും 4 ലോൺ പെയർ, 4 പെയറാണുള്ളത് CH4ലെ പോലെ. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതലാണ് ബോണ്ട് പെയറിനേക്കാളും. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ് ടെട്രാഹെഡ്രലാകുമ്പോൾ. പക്ഷേ ഈ ലോൺ പെയർ, ഈ മുകളിലുള്ള ലോൺ പെയർ, നൈട്രജൻ്റെ മുകളിൽ ആ നീല കാണിച്ചിട്ടുള്ള ബോണ്ട് പെയർ ഈ താഴെയുള്ള NH ബോണ്ടുമായിട്ടുള്ള റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ഈ 109.5 കിട്ടേണ്ട ബോണ്ട് ആംഗിൾ ചുരുങ്ങും. അങ്ങനെയാണ് നമുക്ക് ബോണ്ട് ആംഗിൾ എത്ര കിട്ടുന്നത്? 107 ഡിഗ്രി ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് അതിന് താഴെ കാണുന്ന വാട്ടറിൻ്റെ കേസിലും. വാട്ടറിലും 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ, 4 പെയറാണുള്ളത്. കിട്ടേണ്ടത് ഏതാ? ടെട്രാഹെഡ്രൽ ഷേപ്പാണ് വേണ്ടത്. ബോണ്ട് ആംഗിൾ 109.5 കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ 2 ലോൺ പെയർ ഉള്ളതുകൊണ്ട് ലോൺ പെയർ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും, കുറേ ദൂരത്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലോൺ പെയർ ബോണ്ട് പെയർ, അതിനേക്കാളും ഏറ്റവും കുറവാരാ? ബോണ്ട് പെയർ ആണ്. അപ്പോൾ അത് അടുത്തേക്ക് നിൽക്കും. അങ്ങനെയാണ് 109.5 കിട്ടേണ്ട ബോണ്ട് ആംഗിൾ വാട്ടറിൻ്റെ കേസിൽ 104.5 ഡിഗ്രി ആയിട്ട് ചുരുങ്ങാനുള്ള കാരണം. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് അമോണിയ ആൻഡ് വാട്ടർ ബൈ യൂസിങ് VSEPR തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടത് ഇവിടെ ഈ പറഞ്ഞ വാട്ടറിലാണെങ്കിലും അമോണിയയിലാണെങ്കിലും 4 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ളത്. ഈ 4ഉം അതിൽ അമോണിയയിൽ വരുമ്പോൾ 3 ബോണ്ട് പെയറും ലോൺ പെയറുമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ടെട്രാഹെഡ്രലാകുമ്പോൾ 109.5 കിട്ടണം. പക്ഷേ
ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ബോണ്ട് പെയർ അടുത്തേക്ക് വരും, 107 ചുരുങ്ങും. വാട്ടറിൽ വരുന്ന സമയത്ത് അവിടെ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ്. അപ്പോൾ ഈ ബോണ്ട് പെയർ എന്ത് ചെയ്യും? ലോൺ പെയർ റിപ്പൾഷൻ കൂടുതലാണ്, അതിനേക്കാളും കുറവാണ് ലോൺ പെയർ ബോണ്ട് പെയർ. ഏറ്റവും ബോണ്ട് പെയർ റിപ്പൾഷൻ ഏറ്റവും കുറവ്, അപ്പോൾ അത് ചുരുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് അവിടെ 104.5 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരാനുള്ള കാരണം. ഇങ്ങനെയാണ് VSEPR തിയറി വെച്ച് അമോണിയയുടെ സ്ട്രക്ചറും അതേപോലെ വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഉപകാരം നമ്മുടെ കൺസോളിഡേറ്റഡ് ചാർട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കൺസോളിഡേറ്റഡ് ചാർട്ടിൽ നമ്പർ ഓഫ് ബോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ്, അടുത്ത് നമ്പർ ഓഫ് ലോൺ പെയർ, നമ്പർ ഓഫ് ക്ലൗഡ്സ്. അവിടെ ഉദ്ദേശിക്കുന്നത് എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ കോളത്തിലുള്ള നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് ആണ്, നമ്പർ ഓഫ് ബോൺസ് ആണ്. അതിൽ പിന്നെ എത്ര ലോൺ പെയർ ഉണ്ട്, ടോട്ടൽ എത്ര ക്ലൗഡുകളുണ്ട്, അതായത് ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ എത്ര ഉണ്ട്, അതിൻ്റെ മോളിക്കുലാർ ജോമെട്രി എക്സാമ്പിൾ. ആദ്യത്തെ നോക്കാം നമുക്ക്. ആദ്യത്തിൽ നമ്പർ ഓഫ് ബോൺസ് 2 ആണ്, ലോൺ പെയർ 0, നമ്പർ ഓഫ് ക്ലൗഡ്സ് മൊത്തം ഇപ്പോൾ 3 ആണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഷേപ്പ് ലീനിയർ ഷേപ്പാണ്. എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് CO2 എക്സാമ്പിളാണ്. അടുത്തത് വരുന്നത് 3 ബോണ്ടും ബോണ്ട് പെയറും 0 ലോൺ പെയറും. അതിന് എക്സാമ്പിളാണ്, അതിൻ്റെ ഷേപ്പാണ് ട്രയാഗണൽ പ്ലാനാർ. അതിൻ്റെ എക്സാമ്പിളാണ് CH2 ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ HCHO എന്ന് പറയുന്നത്. അടുത്തതാണ് 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. അതിൻ്റെ ബെൻഡ് ഷേപ്പ് എക്സാമ്പിൾ സൾഫർ ഡൈ ഓക്സൈഡ് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അതിന് എക്സാമ്പിൾ. ഇതിനടുത്ത് 4 വരുന്നതാണ്, മൊത്തം 4 വരുന്നതാണ്. അതിൽ 4 ബോണ്ട് പെയറും 0 ബോണ്ട് പെയറുമായ ടെട്രാഹെഡ്രൽ CH4. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് NH3 എക്സാമ്പിളാണ്. 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ നമ്മൾ പറഞ്ഞതാണ്. അത് ബെൻഡ് ഷേപ്പാണ് ഉണ്ടാവുക. വാട്ടർ NH2 അതിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ 5 വരുന്നതാണ് മൊത്തം. 5 ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ 5 വരുന്നത്. 5 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡൽ എക്സാമ്പിൾ PCl5. 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ സീസോ ഷേപ്പാണ്. അതിന് എക്സാമ്പിൾ സൾഫർ ടെട്രാഫ്ലൂറൈഡ് SF4 ആണ്. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ അവിടെ T ഷേപ്പാണ്. അതിന് എക്സാമ്പിൾ ClF3. ഇത് ഒരു ഇന്റർ ഹലജൻ കോമ്പൗണ്ടാണ്. അടുത്ത് 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും ആണെങ്കിൽ നമുക്ക് ലീനിയർ ഷേപ്പാണ് ഉണ്ടാവുക. എക്സാമ്പിൾ I3- അയഡൈറ്റ് I3- ആണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഷേപ്പും ഈ നമ്പറും ഷേപ്പും ഒരു എക്സാമ്പിളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് 6 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. 6 ബോണ്ടഡ് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. 5ഉം 1ഉം ആണെങ്കിൽ 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ആൻറ്റിമണി പെൻറ്റാഫ്ലൂറൈഡ് SpCl5 ആണ് അതിൻ്റെ എക്സാമ്പിൾ. നോക്കുക അടുത്തത് 4+2 4+2 ആണെങ്കിൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ നമുക്ക് സ്ക്വയർ പ്ലാനാർ ഷേപ്പാണ്. സെനോൺ ടെട്രാഫ്ലൂറൈഡ് HCF4 സെനോൺ ടെട്രാഫ്ലൂറൈഡ് ആണ് അതിന് എക്സാമ്പിൾ. VSEPR തിയറി അനുസരിച്ചുള്ള ഒരു മോളിക്കുലാർ ജോമെട്രിയുടെ ഒരു കൺസോളിഡേറ്റഡ് ചാർട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. അത് ലോൺ പെയറും ബോണ്ട് പെയറും ഉൾപ്പെടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ഫസ്റ്റ് റോയിൽ. ഇത് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ കോളത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ്, രണ്ടാമത്തെ കോളത്തിൽ 0 ലോൺ പെയറുള്ളതിൻ്റെ സ്ട്രക്ചർ, അടുത്തതിൽ 1 ലോൺ പെയറുള്ള മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, അടുത്തതിൽ 2 ലോൺ പെയറുള്ള മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, അടുത്ത് 3 ലോൺ പെയറുള്ള മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, അടുത്ത് 4 ലോൺ പെയറുള്ള മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോണ്ട് ആംഗിൾ അടക്കമുള്ള സ്ട്രക്ചർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ കൺസോളിഡേറ്റഡ് ചാർട്ടിൽ വന്നിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് VSEPR തിയറി. നമ്മൾ ഒക്ടറ്റ് റൂൾ പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. അടുത്തത് VSEPR തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്.
ഒന്നാമത് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ ബോണ്ട്. മോളിക്കുലർ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞെങ്കിലും കെമിക്കൽ ബോണ്ടിൻ്റെ ഫോർമേഷനെ കുറിച്ചൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗിവ് നോ ഐഡിയ അബൌട്ട് ദി ഷേപ്പ് ഓഫ് പോളി അറ്റോമിക് മോളിക്യൂൾസ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ്, സിമ്പിൾ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതേപോലെ ഗിവ്സ് നോ റീസൺ ഫോർ ദി ഡിഫറൻസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ് ആൻഡ് ബോണ്ട് ലെങ്ത് ഓഫ് മോളിക്യൂൾസ് ലൈക്ക് H2 ആൻഡ് F2 ബോത്ത് ഹാവ് സിംഗിൾ കോവാലന്റ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റീസൺ. ബോണ്ട് എൻതാൽപ്പി ബോണ്ട് ലെങ്ത്തും H2 മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ മോളിക്യൂളിലെ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് ലെങ്ത്തും, അതേപോലെ ഫ്ലൂറിൻ മോളിക്യൂൾ F2 മോളിക്യൂളിലെ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് ലെങ്ത്തും ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ടും. ഹൈഡ്രജനിലെ ബോണ്ട് എൻതാൽപ്പി 435.8ഉം അതിൻ്റെ ബോണ്ട് ലെങ്ത് 74 പൈക്കോമീറ്ററുമാണ്. ഫ്ലൂറിൻ്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി 155 കിലോ ജൂൾ പെർ മോളും ബോണ്ട് ലെങ്ത് 144 പൈക്കോമീറ്ററുമാണ്. രണ്ടും സിംഗിൾ ബോണ്ടുകളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബോണ്ട് എൻതാൽപ്പിയും അതേപോലെ ബോണ്ട് ലെങ്ത് വരാൻ കാരണമെന്ന് VSEPR തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ജോമെട്രി ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. സിമ്പിൾ മോളിക്യൂളിൻ്റെ ജോമെട്രി പറഞ്ഞെങ്കിലും അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, അതിൻ്റെ തിയറി, ആ സ്ട്രക്ചർ വരാനുള്ള തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ VSEPR തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും 4 ലിമിറ്റേഷൻസാണ് VSEPR തിയറിയുടെ ഭാഗമായിട്ട് പഠിക്കാൻ.